അങ്ങനെ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അപ്ഡേറ്റ് കൂടെ വരികയാണ്. അവരുടെ പുതിയ മോഡലായ ഹിമാലയൻ 650യുടെ അപ്ഡേറ്റുകളാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ടെസ്റ്റ് റൈഡ് ഫോട്ടോസുകൾ ലീക്കായിട്ടുണ്ട്. വണ്ടി കണ്ടിടത്തോളം പഴയ ഹിമാലയൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളത് അതിൻ്റെ എഞ്ചിനാണ്. GTയിലും ഇൻ്റർസെപ്റ്റിലും കണ്ടുവരുന്ന 650cc എഞ്ചിനാണ് ഇതിലും വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് അവരുടെ ഒരു വണ്ടിയിൽ ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ബ്രേക്ക് എഫിഷ്യൻസി കൂടുന്നതിനായിട്ട് ഇത് കൂടുതൽ സഹായിക്കും. വൈബ്രയുടെ ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഷോക്ക് വരുന്നത് ഫ്രണ്ട് USD ഫോർക്കാണ് വരുന്നത്. ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം വരുന്നത് ഓയിൽ ആൻഡ് എയർ കൂൾഡ് ആണ് കൊടുത്തിരുന്നത്. ലിക്വിഡ് കൂളിംഗ് ഇപ്പോഴും ആഡ് ചെയ്തിട്ടില്ല. ലിക്വിഡ് കൂളിംഗ് ഉണ്ടായിരുന്നാൽ കൂടുതൽ ഹീറ്റ് കുറയ്ക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം ഇതിലും ഇൻ്റർസെപ്റ്റിലും എല്ലാം തന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ കൂടുതലായിരുന്നു. പിന്നെ സൈലൻസറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 2 സൈലൻസറുകളാണ് വരേണ്ടത്. എന്നാൽ ഇതിൽ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും 2-in-1 ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെൻഡ് പൈപ്പുകൾ ജോയിൻ ചെയ്ത് ഒറ്റ സൈലൻസർ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഓഫ് റോഡിങ്ങിനൊക്കെ ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുന്നതാണ്. അടുത്തത് ഇൻഡിക്കേറ്ററിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ 450യിൽ വരുന്ന സെയിം ഇൻഡിക്കേറ്ററുകളാണ് ഇതിലും വരുന്നത്. ഇൻഡിക്കേറ്ററിൻ്റെ കൂടെ തന്നെ ടെയിൽ ലാമ്പ് ലൈറ്റും വരുന്ന സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫ്രണ്ട് ഫെയറിംഗ് നോക്കുകയാണെങ്കിൽ പുതിയ ഡിസൈനുകളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടത് വെച്ച് നോക്കുമ്പോൾ വണ്ടി ടോട്ടലി നല്ല ഹെവി ആയിരിക്കും. ഇതിൻ്റെ പ്രൈസിങ് വരാൻ ചാൻസ് ഉള്ളത് 4 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ ഓൺ റോഡ് പ്രൈസ് പ്രതീക്ഷിക്കാം. മീറ്ററിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ പുതിയ മോഡൽ മീറ്റർ പ്രതീക്ഷിക്കാം. കൂടുതൽ ഫീച്ചേഴ്സുകളും ആഡ് ആയിട്ടുണ്ടെന്ന് കരുതാം. അടുത്തത് അതിൻ്റെ വീൽസിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ 2 സ്പോക്സ് വീലുകളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യമൊക്കെ സ്പോക്സ് വീലുകൾ ആയതുകൊണ്ട് തന്നെ ട്യൂബ്ലെസ് ടയറുകൾ ഇടാൻ പറ്റില്ലായിരുന്നു. എന്നാൽ എൻഫീൽഡ് തന്നെ സ്പോക്സ് വീലുകൾ വെച്ചുകൊണ്ട് ട്യൂബ്ലെസ് വീലുകൾ പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയിൽ ട്യൂബ്ലെസ് വീലുകൾ പ്രതീക്ഷിക്കാം. ഇപ്പോഴുള്ള അപ്ഡേറ്റുകൾ വെച്ച് ഇത്രയൊക്കെയാണ്. ഓവറോൾ വണ്ടിക്ക് നല്ല ഇംപ്രഷനാണ് തരുന്നത്. കൂടുതൽ വിവരങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് പിന്നീട് കിട്ടുമെന്ന് കരുതാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.